ഹായ്, ഞാൻ ഐശ്വര്യ. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ അടുപ്പിൽ ഇതുപോലൊരു നോൺ സ്റ്റിക്ക് പാൻ വെക്കുക. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഒരു 4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വെളിച്ചെണ്ണയാണ് ഈ പൊട്ടറ്റോ മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെഴുക്കുവരട്ടിയാണ്. അപ്പോൾ എണ്ണ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. എണ്ണ നല്ലപോലെ ചൂടായ ശേഷം വേണം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർക്കാനും. അപ്പോൾ സാധാരണ രീതിയിൽ മെഴുക്കുവരട്ടി ഉണ്ടാക്കുമ്പോൾ നമ്മളത് പുഴുങ്ങിയിട്ടും ഒക്കെ എടുക്കാറുണ്ട്. പക്ഷേ ഇത് നമുക്ക് വളരെ ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എണ്ണ ചൂടായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ ആണെങ്കിൽ ഇന്നിപ്പം ഒരു 4 ഉരുളക്കിഴങ്ങാണ് എടുത്തു വച്ചിരിക്കുന്നത്. അപ്പം അത് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം എന്താ പറയേണ്ടത്, വളരെ ഒരു ഫിംഗർ ചിപ്സ് ടൈപ്പ് മെഴുക്കുവരട്ടിയാണ്. പക്ഷേ അത്ര ക്രിസ്പി ആവില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ വളരെ ടേസ്റ്റിയാണ്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവുകയും ചെയ്യും. ഉണ്ടോ, ഞാൻ ഈ വലിപ്പത്തിലാണ് ഉരുളക്കിഴങ്ങ് അരിഞ്ഞിരിക്കുന്നത്. അത് ഒരു നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞു കഴിയും. കാരണം ഇങ്ങനെ അരിഞ്ഞാൽ മാത്രമേ ഇത് പെട്ടെന്ന് മൂത്ത് വരത്തുള്ളൂ. അപ്പോൾ നമുക്കിത് ഈ തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം അല്ലെങ്കിൽ നമ്മൾ ചെറുതായിട്ട് സ്ക്വയർ ടൈപ്പ് അരിഞ്ഞു കഴിഞ്ഞാലും വളരെ പെട്ടെന്ന് തന്നെ ഇത് കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ, പക്ഷേ കനം കുറച്ച് അരിയാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഈ തിളച്ചിരിക്കുന്ന ഇതിനകത്തോട്ട് ഇതിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളത് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ സമയമൊക്കെ വളരെ കുറവാണെന്നുണ്ടെങ്കിൽ, വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ഫോളോ ചെയ്യുന്നതാണ് നല്ലത്. അല്ലാത്ത ടൈപ്പ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ പുഴുങ്ങി അതൊക്കെ വലിയ പീസായിട്ടൊക്കെ എണ്ണയിലിട്ട് വരുമ്പോൾ കുറേ സമയം എടുക്കത്തില്ല. ഇത് അങ്ങനെ സമയമൊന്നും എടുക്കത്തില്ല. എല്ലാവർക്കും ആർക്ക് വേണമെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എന്താ പറയണത്, ഇത് നമ്മൾ ഇട്ട ഉടനെ തന്നെ എല്ലാ വശത്തും എണ്ണ പിടിക്കത്തക്ക രീതിയിൽ നമ്മൾ ഇത് നല്ലപോലെ എണ്ണ എല്ലായിടത്തും കിട്ടത്തക്ക നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അടിക്ക് പിടിക്കത്തില്ല. ആദ്യം കുറച്ച് നേരം നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ട ശേഷം ഫ്ലെയിം കുറയ്ക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയാണ്. നമ്മൾ ഈ സ്റ്റേജിൽ തന്നെ ഒരു ടീസ്പൂൺ ഉപ്പ്, അതായത് ആവശ്യത്തിനുള്ള ഉപ്പ്, ഞാനിപ്പോൾ ഇത്രയും ഉരുളക്കിഴങ്ങ് എടുത്തതുകൊണ്ടാണ് ഇത്ര ഉപ്പ് ചേർത്തത്. അപ്പോൾ ഉപ്പ് അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ അതിട്ടേക്കുക. നമുക്ക് ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ഇടാം, മഞ്ഞൾപ്പൊടി ഇടാതെയും ഉപയോഗിക്കാം. ഇങ്ങനെ തന്നെ ക്രിസ്പി ആയിട്ട് കിട്ടും. അതെല്ലാം ഇച്ചിരി സ്പൈസിനെസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മുളക് പൊടി ആഡ് ചെയ്യാം, മസാലപ്പൊടി ആഡ് ചെയ്യാം. പക്ഷേ ഞാനിവിടെ ഇപ്പം മഞ്ഞൾപ്പൊടി മുളക് പൊടി മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ഇതിലേക്ക് നമുക്ക് ഈ മെഴുക്കുവരട്ടി ആണെങ്കിൽ ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നതെങ്കിലും അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പൊട്ടറ്റോ അരിഞ്ഞിട്ട് എപ്പോഴും നമ്മളത് വെള്ളത്തിലിട്ടിട്ട് വെക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ കളറ് മാറാനുള്ള ചാൻസസ് കൂടുതലാണ്. അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. അപ്പം ഞാൻ ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂൺ ഒരു സ്പൈസിനെസ്സിന് വേണ്ടിയിട്ടാണ് ഇത് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതൊരു കളറിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഈ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നത്. വളരെ ഒരു നുള്ളായാലും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി ആഡ് ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ ചതച്ച മുളകുണ്ടല്ലോ, വറ്റൽ മുളക് ചതച്ച് കിട്ടും നമുക്കിപ്പോൾ, അത് വേണമെങ്കിലും ആഡ് ചെയ്യാം. അപ്പോൾ സ്പൈസിനെസ് നിങ്ങൾ തീരുമാനിക്കണം. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മൂത്ത് വരട്ടെ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം. ഇങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള നമ്മുടെ പൊട്ടറ്റോ മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പം ഞാനിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ട് സെർവിങ് ബൗളിലേക്ക് മാറ്റിയ ശേഷം നിങ്ങളെ കാണിച്ചു തരാം. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എങ്ങനെയാണ് കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാനിതിപ്പോൾ സെർവിങ് ബൗളിലേക്ക് മാറ്റി കഴിഞ്ഞു. എന്നിട്ട് കാണിച്ചു തരാം. നല്ല ഭംഗിയില്ലേ കാണാൻ. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഇതാണ് നമ്മുടെ മെഴുക്കുവരട്ടി മറ്റൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നല്ല ഭംഗിയില്ലേ കാണാൻ. ഈ കളർ വന്നിരിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തത് കൊണ്ടാണ്. നിങ്ങൾക്കിത് വേണ്ടാന്നുണ്ടെങ്കിൽ അത് ചേർക്കേണ്ട. സ്പൈസിനെസ് വേണമെന്നുണ്ടെങ്കിൽ നല്ല മുളക് പൊടി ചേർത്താലും മതി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക.